ഹലോ ഹലോ ഹലോ. ഇന്ന് നമ്മൾ അലൈൻക്കാണ് പോകുന്നത്. പക്ഷെ അതിന് മുന്നേ കഴിഞ്ഞ റൈഡിന് നിങ്ങൾ വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഒരു പ്രാണി വന്നിടിച്ച് നമ്മൾ ഹത്തേക്ക് പോയ സമയത്ത്. അപ്പോൾ പ്രാണി വന്നിടിച്ച് ഇവിടെ കംപ്ലീറ്റ് ബ്ലഡായി. ഞാനത് കഴുകിയപ്പോൾ അല്ലെങ്കിൽ ക്ലീൻ ചെയ്ത സമയത്ത് അതവിടെ ഉണങ്ങി പിടിച്ചുപോയി. അപ്പോൾ ഇനി അത് റിമൂവ് ചെയ്യണം. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഈ പുതിയ ഹെൽമെറ്റിൽ എങ്ങനെയാണ് ഇത് റിമൂവ് ചെയ്യാന്നുള്ള എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ അത് തപ്പി പിടിച്ചപ്പോൾ ഇതിന്റെ ഹെൽമെറ്റ് റിമൂവ് എന്ന മെക്കാനിസം ഈസ് സോ സിമ്പിൾ എന്നാ കണ്ടത്. ഞാൻ റിമൂവ് ചെയ്തില്ല, പക്ഷേ ഞാനിത് ഇപ്പോൾ കാണിച്ചു തരാം. ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഇത് ഇങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് കണ്ടത്. അപ്പോൾ ഇത് MT ഹെൽമെറ്റ് തണ്ടർ 4 ആണ് ഇതിന്റെ മോഡല്. ഇതിന്റെ ഉള്ളിൽ ഞാൻ ഹെൽമെറ്റ് കൂടെ ഫുള്ളായിട്ട് ഇതിൽ കയറുന്നില്ല, കാണുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് റിമൂവ് ചെയ്യേണ്ടത് ഇവിടെ ഒരു സംഗതി കാണുന്നുണ്ട്. ഇതിന്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കണ്ടതാണ്, ഇത് ഫസ്റ്റ് ടൈം ഞാൻ ട്രൈ ചെയ്യണം. ഇങ്ങനെ തന്നെ ആവുമെന്ന് വിചാരിക്കും, പാളി പോയില്ല. ഈ സംഗതി ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യണം എന്നാ പറഞ്ഞു. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈസി പീസി ബൂം, ഇത് ക്ലിക്ക് ചെയ്താൽ സംഗതി പുറത്തു വന്നു. അതുപോലെ ഈ സൈഡിൽ ക്ലിക്ക് ചെയ്യുന്നു. മോനെ, ദിസ് ഈസ് ദ ഈസിയസ്റ്റ്. ഇതിനേക്കാളും ചിലപ്പോൾ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാവും, ഇതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയുണ്ടാവും റിമൂവ് ചെയ്യാൻ. പക്ഷേ ഞാൻ ഓൺ ചെയ്ത ഹെൽമെറ്റുകളിൽ സോ ഫാർ ദ ഈസിയസ്റ്റ് ഇതായിരുന്നു. അപ്പോൾ ഇതിൽ കാണിച്ചാൽ നിങ്ങൾക്ക് കാണില്ല ശരിക്കും. ഇത് ഏകദേശം ഇവിടെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് പാടുകളുണ്ട്, ഞാൻ കൈ കൊണ്ട് തൊട്ടതുമല്ല. അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്യാം, എന്നിട്ട് നമുക്ക് അലൈൻ റൈഡിന് പോകാം. വെൽക്കം ടു ദ വ്ളോഗ്. ലെറ്റ്സ് ഡു ദിസ്. അപ്പോൾ ലെറ്റ്സ് ഗോ. ഞാൻ നമ്മുടെ സൈഡിലത്തെ ഈ ബോക്സ് എടുത്ത് റിമൂവ് ചെയ്തു, അതുപോലെ ഈ ബോക്സ് എടുത്ത് റിമൂവ് ചെയ്തു. ഇതിൻ്റെ ആവശ്യമില്ലെന്ന്. അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ ആവശ്യമുള്ളൂ. അല്ല എനിക്കാണ് പോകുന്നത്. അപ്പോൾ പിന്നെ സൈഡിൽ കൂടുതൽ വിൻഡ് ബ്ലോക്ക് ചെയ്യണ്ടെന്ന് വെച്ചു. ആവശ്യമില്ലെങ്കിൽ പിന്നെ ഊരിട്ടാൽ കുറച്ചുകൂടെ എയറോഡൈനാമിക്സ് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഗോ. ഗ്ലവ് നമ്പർ 1, ഗ്ലവ് നമ്പർ 2. ഒന്ന് ഫുൾ കിറ്റില്ല, ലോങ് ഡ്രൈവ് അല്ലേ. ഓൾവേസ് ഗുഡ് ടു സ്റ്റേ പ്രൊട്ടക്റ്റഡ്. ആഹാ, നമ്മുടെ ബോക്സ് ഊരിയപ്പോൾ വണ്ടിയൊക്കെ പെട്ടെന്ന് മൂവ് ചെയ്യുന്നു. ഇനിയിപ്പോൾ സൈഡ് തട്ടുന്ന ഒരു ടെൻഷനില്ല. അവിടെ ഒരു ബൈക്ക്, ഒരു സ്കൂട്ടർ ടൈപ്പ് ബൈക്ക് നിർത്തിയിട്ടുണ്ട്. കുറച്ച് ദിവസമായി ഞാൻ കാണുന്നു. ഏതാത് വണ്ടിയോ? അപ്പോൾ ഇന്നത്തെ പ്ലാൻ ആദ്യം ആസ് യൂഷ്വൽ ഫസ്റ്റ് നമ്മൾ മീറ്റപ്പ് പോയിന്റിലേക്ക് എത്തും. അവിടെ നിന്ന് അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റോപ്പ് ജബൽ ഹഫീദ്. അതിൻ്റെ ഇടയിൽ മിക്കവാറും നിർത്തും. കാരണം ഇവിടുന്ന് വീട്ടിൽ നിന്ന് കറക്റ്റ് ഞാൻ ലൊക്കേഷൻ ജബൽ ഹഫീദിന് മേലെ എത്താൻ നോക്കുമ്പോൾ 1 മണിക്കൂർ 50 മിനിറ്റാണ്. അതായത് ഏകദേശം 2 മണിക്കൂറാണ് ടോട്ടൽ ടൈം കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക് മിക്കവാറും ഉണ്ടാവും. നമ്മുടെ ഹെൽമെറ്റിൻ്റെ വൈസർ ക്ലീൻ ചെയ്തപ്പോൾ ഒരു പ്രത്യേക ക്ലാരിറ്റി. ചിലപ്പം വെറും മാനസികമായിരിക്കും, അത് വെറും തോന്നലായിരിക്കും. പക്ഷെ എന്നാലും 9 മണിക്കാണ് മീറ്റപ്പ് പോയിന്റിൽ എത്താൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ 9:30 അവിടെ നിന്ന് ഇറങ്ങും ആൻഡ് ദെൻ ടു ജബൽ ഹഫീദ്. അപ്പോൾ നമ്മൾ 2 മണിക്കൂർ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ 9:30, 10:30, 11:30 ജബൽ ഹഫീദ് എത്തും. പിന്നെ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് ചില്ല് ചെയ്ത് എപ്പോഴാണ് തിരിച്ചു പോകുന്നതെന്ന് അറിയില്ല, നോക്കാം. അപ്പോൾ എന്തായാലും ഇന്ന് ക്യാമ്പിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ വരുന്നതിന് മുന്നേ ഷറഫിനെ വിളിച്ച് ചോദിച്ചു ക്യാമ്പിംഗ് പ്ലാൻ എന്തെങ്കിലും ഉണ്ടോയെന്ന്. അപ്പോൾ ക്യാമ്പിംഗ് ഒന്നുമില്ല. അപ്പോൾ പിന്നെ ബാക്കി സാധനങ്ങൾ എക്സ്ട്രകളൊന്നും വേണ്ട. അപ്പോൾ പോവുക, അവിടെ ചില്ല് ചെയ്യുക, പിന്നെ തിരിച്ചു വരിക, വന്ന് കിടന്നുറങ്ങുക. നാളെ സൺഡേ. അതാണ് പ്ലാൻ. ലെറ്റ്സ് ഗോ. പിന്നെ തുഴഞ്ഞ് അങ്ങെത്തി. വണ്ടി ഭയങ്കര ലൈറ്റായ പോലെ, അതായത് 2 സൈഡൊക്കെ ഇങ്ങനെ പാളുന്നു. ആ 2 സൈഡ് ബോക്സ് ഒഴിവാക്കിയപ്പോൾ ആ എയറോഡൈനാമിക്സ് നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് കുറച്ച് സമയത്തേക്ക് ആ ഒരു വ്യത്യാസം തോന്നും. മറ്റേത് നമ്മളിങ്ങനെ പെട്ടെന്ന് ഓടിക്കുമ്പോൾ ഒരു ചെറിയൊരു കുഞ്ഞ് ഫ്രിക്ഷൻ ഉണ്ടാവും. 2 സൈഡിലും വലിയ ബോക്സ് ഇരിക്കുമല്ലേ. ഇപ്പോൾ അത് ഒഴിവാക്കിയപ്പോൾ ഭയങ്കര ഒരു മെലിഞ്ഞ സാധനം. ഡയറ്റൊക്കെ ചെയ്ത് വെയിറ്റൊക്കെ കുറച്ച് ബൈക്ക് പോലെ. ഇപ്പോൾ എന്താ ട്രാഫിക്കിൻ്റെ അവസ്ഥ? ടേൺ റൈറ്റ്. വലിയ കുഴപ്പമില്ല. കാര്യം ട്രാഫിക് എന്ന് പറയാൻ മാത്രമുള്ള ഒരു ട്രാഫിക്കൊന്നുമില്ല. നമുക്ക് പെട്രോൾ അടിക്കണം. അവിടെ നിന്ന് അടിക്കാം. നമ്മുടെ മീറ്റപ്പ് പോയിന്റിൽ ആദ്യം ചെന്ന് പെട്രോൾ അടിക്കാം. കാരണം ഇന്ന് അത്യാവശ്യം ലോങ് അല്ലേ. തിരിച്ചു വരുമ്പോൾ നല്ല നട്ടപ്പാതിര കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. ഒരു പുലർച്ചെ എന്ന് പറഞ്ഞാൽ ഏർലി പുലർച്ചെ. അപ്പോൾ നമുക്ക് വണ്ടിയൊക്കെ നിർത്തി ചായയൊക്കെ കുടിച്ച് ചില്ല് ചെയ്ത്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ഹത്ത പോയി തിരിച്ചു വന്ന അതുപോലെ
വണ്ടി നിർത്തി വരുന്ന വഴിക്ക് വണ്ടിയൊക്കെ നിർത്തി കുറച്ച് നേരമൊക്കെ ഇരുന്ന് അങ്ങനെയൊക്കെ പോരണം. പിന്നെ ലൈഫ് അപ്ഡേറ്റ്സ്, ടാറ്റു പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല, ഓൺ ഗോയിങ്. അതാണ് മൈൻഡിൽ ഒരു എന്താ പറയുക, ഒരു കുറച്ചൊരു സ്വസ്ഥതയില്ലായ്മ. ബട്ട് ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ഷോ മസ്റ്റ് ഗോ ഓൺ, ലൈഫ് മസ്റ്റ് ഗോ ഓൺ, സോ വി കീപ് ഗോയിങ്. ഇവിടുന്ന് അങ്ങോട്ട് വണ്ടികൾ അത്യാവശ്യമുണ്ട് റോഡിൽ. സാറ്റർഡേ നൈറ്റ് അല്ലേ, ഇപ്പോഴായിരിക്കും മിക്കവാറും കുറേ പേര് പാർട്ടിക്ക് വേണ്ടി ഇറങ്ങുന്നവർ, കുറേ പേര് ഫ്രണ്ട്സിനെ കാണാൻ മീറ്റ് ചെയ്യാൻ ഇറങ്ങുന്നവർ. ഇതൊക്കെ ആയിരിക്കും സാറ്റർഡേ നൈറ്റ് പ്ലാൻസ്. അല്ല, ഇവിടെ വല്ല പ്രത്യേക ബ്ലോക്ക് ഉണ്ടോ? കാരണം ഇത് അൺയൂഷ്വൽ ആണല്ലോ, ഇത് കെട്ടിക്കിടക്കുന്ന ബ്ലോക്കാണ് കണ്ടിട്ട്. അതെ, ഇത് അൺയൂഷ്വൽ ബ്ലോക്കാട്ടോ. ഇത് വേറെ എന്തോ ആണ്. നമുക്ക് ആ സൈഡ് പിടിച്ച് പോകാനുള്ള കുറച്ചുകൂടെ ബുദ്ധിപരമായ നീക്കം. എക്സ്ട്രീം പിടിച്ചാൽ നൈസായിട്ട് അത് കൂടെ പോകായിരുന്നു. ഇത് ഭയങ്കര ഒരു പെടൽ വിട്ടു. നമുക്കാണെങ്കിൽ ഇന്നാണെങ്കിൽ ഡാറ്റ ഒരു കോപ്പുമില്ല, അതുകൊണ്ട് ട്രാഫിക് അപ്ഡേറ്റും കിട്ടില്ല. ആംബുലൻസിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്, അപ്പോൾ എന്തോ ഉണ്ട്. ആ സൈഡ് പിടിക്കാം, നമുക്ക് ആ സൈഡ് നൈസായിട്ട് പിടിച്ചാലോ. ഈ ക്യാരിവോ സൈഡ് ബാഗ് ഇല്ലാഞ്ഞിട്ട് ഒരു ബാലൻസ് ഇല്ലായ്മ. കാരണം കുറേ ആയില്ല എനിക്ക് തോന്നുന്ന ഒമാൻ ട്രിപ്പിൻ്റെ അന്ന് കൊണ്ട് കയറ്റിയതാ സൈഡ് ബാഗ് എല്ലാം. എന്നിട്ടിപ്പോൾ ഇന്നാണ് അഴിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എത്ര റൈഡ് ഉണ്ടായി. പിന്നെ റൈഡ് അല്ലാതെയും ബൈക്ക് എടുത്ത് കുറേ പുറത്തിറങ്ങി. ഇപ്പോൾ വണ്ടി ഭയങ്കര ലൈറ്റായിട്ട് സീനാണല്ലോ. ലൈൻ ചേഞ്ച് ചെയ്ത് മുങ്ങി എനിക്കൊന്ന് ആ സൈഡിലാണ് തോന്നുന്നു എന്തുള്ളൂ. അപ്പോൾ ഈ സൈഡ് പിടിക്കാം നമുക്ക്. അതെ, നമ്മുടെ കൂടെ വരാനുള്ള ആരെങ്കിലും ആണോ? ഉണ്ണി വല്ലതാണോ അത്? ഉണ്ണി CBR കൊണ്ട് ഇറങ്ങിയതാണോ? അയ്യോ, ഇത് അങ്ങ് വരെ ഉണ്ട്. നമുക്ക് മറ്റേ സൈഡ് പിടിച്ചാൽ മതിയായിരുന്നു. എനിക്ക് ഡാറ്റ ഇല്ലാത്തതുകൊണ്ട് ട്രാഫിക് അപ്ഡേറ്റും കണ്ടില്ല, അതാ പ്രശ്നം. കമോൺ റീസെൻറ്റർ. ചെറുതായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്, നോക്കാം. ആക്സിഡൻറ്റ് അഹെഡ്, സ്ലോ ഡൗൺ. ഫ്രണ്ടിൽ മറ്റേ അതിൽ എഴുതിച്ച് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതാണ് സംഗതി. ലൈറ്റ് കത്ത് നോക്കി, ചുമന്ന ബ്രേക്ക് ലൈറ്റ്സ് ഫുൾ. അയ്യോ, എത്ര 8:45. കുഴപ്പമില്ല, 9:30 അവിടെ നിന്ന് ഇറങ്ങുള്ളൂ, ടൈമുണ്ട്. ഇതാരാ? R1 ആണ്. നമ്മുടെ മലയാളികൾ ആരെങ്കിലുമൊക്കെ തന്നെ ആയിരിക്കും. ജനറലി എവിടെ നോക്കിയാലും നമ്മളെ ആളുകൾ തന്നെയാണല്ലോ. എനിക്ക് തോന്നുന്നു ഈ ഒരു ലൈൻ പിടിച്ചാലും നമുക്ക് അങ്ങോട്ട് എത്താട്ടോ. ഈ ലൈൻ പിടിക്കുന്നേ ആവും ബുദ്ധി. Okay, let's do this. നമ്മൾ നൈസായിട്ട് സർവീസ് റോഡ് വഴി കയറി ഇങ്ങനെ പോകാം. ഇത് അവിടെ എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് നീങ്ങുന്നത്. ഐ സ്ട്രോങ്ലി ബിലീവ് ഇത് അവിടെ എത്തും. ഇവിടെയും ബ്ലോക്കായി. നല്ല നമ്പർ ഉണ്ടോ നല്ല വണ്ടിയിൽ? 1001 നമ്മളറിയുന്ന ആരെങ്കിലും ആണെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്തേക്ക്. ഇത് 10801 നല്ല നമ്പർ. ദുബായ് കോഡ് 1 നമ്പർ 10801. ഇവിടെ എവിടെയാണ് കേട്ടോ ആക്സിഡൻറ്റ്. ഇത് കണ്ടോ, ഇവിടെ ഒരു വണ്ടി പോലും ഇല്ല. അവിടെ ഫുൾ ജാം ചെയ്തിരിക്കുക. നമ്മളെങ്ങനെ ആ ലൈന് പിടിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും പെട്ടനെ. നമ്മൾ മോട്ടോ ഹബിൽ ഒരു ഡിസ്കൗണ്ട് സെറ്റ് ചെയ്യാനുള്ള പണിപ്പുരയിലാണ്. അപ്പോൾ ആർക്കെങ്കിലും മോട്ടോ ഹബിൽ ഇനി പോകുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ടെക്സ്റ്റ് ചെയ്താൽ, ഇൻസ്റ്റയിൽ എങ്ങനെ ടെക്സ്റ്റ് ചെയ്താൽ ഞാനത് പറഞ്ഞു തരാം. കൺഫേം ആയിട്ടില്ല, ഞാനത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഇതിൽ റെക്കമെൻഡേഷൻ അങ്ങനെ ആയിട്ട് പോവുകയാണെങ്കിൽ ഒരു ചെറിയ ഡിസ്കൗണ്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് കൺഫർമേഷൻ ആയാൽ ഞാനത് എന്തായാലും ഒരു വീഡിയോ സെറ്റ് ചെയ്യാം. നിങ്ങൾ നമ്മുടെ ചാനലിൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണ്ടേ? കമോൺ. എനിക്കെന്നാ R1 Pro നമ്മുടെ കൂടെ പോകാനുള്ളതാണോ ഹഫീദ്ക്ക്? കാരണം നമ്മൾ രണ്ടുപേരും ഈ എക്സിറ്റ് എടുക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ കൂടെ ആയിരിക്കാം, അവിടെ ചെല്ലുമ്പോൾ അറിയാം. ഒരു ദിവസം നമുക്ക് സൂപ്പർ മെറ്റിയർ റോയൽ എൻഫീൽഡിൽ നിന്ന് എടുക്കാൻ പറ്റുമോ ചോദിച്ചോളാം. സൂപ്പർ മെറ്റിയർ അല്ല, ഷോർട്ട് ഗൺ. ഇതുപോലെ ഒരു ലോങ് റൈഡിന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും ചെയ്യാം, ഒരു വീഡിയോയും ചെയ്യാം. ഈ വെയ്സ് ഓഫ്ലൈൻ വർക്ക് ചെയ്യില്ല. ഞാൻ വെയ്സ് എന്തൊക്കെയോ മാപ്പ് അപ്ഡേറ്റ് ഒക്കെ ചെയ്തിട്ട് നെറ്റ് ഇല്ലാത്തതുകൊണ്ട് വെയ്സ് ഒന്നും ലോഡ് ചെയ്യുന്നില്ല. അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? അത് എനിക്ക് മാത്രമുള്ളോ?
എനിക്ക് R6 ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ്. സംഡേ ഒരു എക്സ്ട്രാ വണ്ടിയായിട്ട് എന്തെങ്കിലും ഒരു സ്പോർട്സ് ബൈക്ക് എടുക്കേണ്ട സമയവും സാഹചര്യവും താല്പര്യവും ഒരുമിച്ച് വരുവാണെങ്കിൽ നമുക്കൊരു R6 എടുക്കാം. ഓ ഇതാണ് ഞാൻ പറഞ്ഞത് മസ്ഡ 3. ഒരു 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 ഫെറാറി വൈബ് കാണുമ്പോൾ. ഇന്ന് കുറേ പേര് ഇതുപോലെ വണ്ടി കൊണ്ടൊക്കെ ഇറങ്ങി. നല്ല രസമാണ് വണ്ടി കാണാൻ. വണ്ടി കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടാവും. വൈഫിന് ഇവിടെയൊക്കെ ജോലി എല്ലാം സെറ്റായി കഴിഞ്ഞിട്ട് വൈഫിനെ കൊണ്ട് ആ വണ്ടി എടുപ്പിക്കണം. 8:50. നമ്മൾ വി ആർ നോട്ട് ലേറ്റ്. 9-ന്റെ മുള്ളിൽ പാർക്ക് ആൻഡ് സേവ് സൂപ്പർ സ്റ്റോർ. 9-ന്റെ ഉള്ളിൽ നമ്മളെടുത്തു. 9-ന്റെ ഉള്ളിൽ നമ്മളെടുത്തു. ചില്ല് ചെയ്ത് റൈഡ് ചെയ്തോണ്ട്. ഇവിടെ എത്ര സ്പീഡ് ലിമിറ്റ് എന്നാവും? എന്തായാലും 120 എന്തായാലും ഉണ്ടാവും. 100. ഓക്കെ, അപ്പോൾ സെറ്റാണ്. യെസ്, അങ്ങ് ദൂരെ കാണുന്നുണ്ട് അഡ്നോക്കിൻ്റെ പോസ്റ്റ്. നേരെ നമ്മൾ എക്സിറ്റ് എടുത്ത് പമ്പിൽ കയറും, പെട്രോൾ അടിക്കും, എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും. റൈറ്റ് സൈഡിൽ ഔട്ട്ലെറ്റ് മോൾ. കുറേ കാലമായി ഔട്ട്ലെറ്റ് മോളിൽ പോകണം ഒരു പ്രാവശ്യം. അതിനിപ്പോൾ വാങ്ങാനൊന്നുള്ള പ്ലാനുകളൊന്നുമില്ല, പിന്നെ വാങ്ങാൻ ആവശ്യങ്ങളുമില്ല. ജെന്റിൽമാൻസ് റൈഡ് വരുന്നുണ്ട് കേട്ടോ. ജെന്റിൽമാൻസ് റൈഡ് അടുത്ത ഞായറാഴ്ച എന്ന് തോന്നും. അതിന് എൻ്റെ സ്യൂട്ടൊക്കെ ഒന്ന് എടുത്ത് കഴുകി വൃത്തിയാക്കി വെക്കണം. ഈ വണ്ടിയിലാകുമ്പോൾ സ്യൂട്ടിട്ട് പോവുകയും ചെയ്യാം, ചുടിയൂല. ഇതന്നെയല്ലേ അങ്ങോട്ടുള്ള എക്സിറ്റ്? അതെ. ഇത് കുഞ്ഞു പമ്പാണോ? പാർക്കിംഗ്? അല്ല, അത്യാവശ്യം സ്പേസ് ഉണ്ട്. എന്താ ഇത്ര തിരക്ക്? ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടാണോ? കാരണം 31-ാം തീയതി ഒന്നുമല്ലല്ലോ. പെട്രോൾ പ്രൈസ് കൂടാനുള്ള ചാൻസുകൾക്കൊന്നും ഈ പമ്പ് തന്നെയല്ലേ ഉദ്ദേശിച്ചത്. ബൈക്കുകളൊന്നും ഇവിടെ നിന്ന് നോക്കിയിട്ട് കാണുന്നില്ല. എന്തായാലും ഫ്യൂൽ അടിക്കണം, അതാദ്യം നടക്കട്ടെ. എന്നിട്ട് നമുക്ക് വണ്ടി അപ്പുറത്തോടെയും കൊണ്ട് പാർക്ക് ചെയ്യാം. ഈ സൈഡിലോട്ട് പോയി ലവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പുറത്തുള്ള ലൈൻ പിടിക്കാം. ഇതെടുക്കാം. ഇവിടെ പോലീസ് വണ്ടിയൊക്കെ R1 നമ്മളെ കൂടെ ഉള്ള തന്നെയാന്ന് തോന്നുന്നു കേട്ടോ. പോലീസ് തിരിഞ്ഞ് നോക്കുന്നുണ്ട്. ഇവൻ്റെ സൈലൻസർ സൗണ്ട് ഉണ്ടോയെന്ന് നോക്കുമോ? ഇവർ എവിടെ വണ്ടിയിട്ടുള്ളത്? ഇത് തന്നെയല്ലേ സ്പോട്ട്? നല്ല തിരക്കുന്നു. R1 അവിടെ നിന്ന് ഇറങ്ങിയല്ലോ. ഇത് തന്നെയല്ലേ ലൊക്കേഷൻ? ഇത് തന്നെയാണല്ലോ ലൊക്കേഷൻ. ഷറഫ, ഈ ബർഗർ കിങ് ഉള്ള പമ്പ് തന്നെയല്ലേ? അത് അത് ശരി, അവിടെ ഉണ്ടല്ലേ. എവിടെ വണ്ടിയിട്ട് ഇവിടെ നല്ല തിരക്കാണല്ലോ. ഓക്കെ. അവിടെ ഗ്യാപ്പ് ഉണ്ട് അല്ലേ? ഓക്കെ, ശരി. എന്ത് ഇന്ന് ഇത്ര തിരക്ക്? ഞാനും അത് ആലോചിച്ചു. പെട്രോൾ പമ്പ് എൻ്റെ എന്തായാലും ഒറ്റ ബ്ലോക്കേ ഉള്ളൂ. അപ്പോൾ പിന്നെ അടിച്ചിട്ടേ. ഇല്ല, R1 പോകുന്നുണ്ട്. നമ്മുടെ കൂടെ ഉള്ളതാണോ? പക്ഷെ R1 അങ്ങനെ ഇറങ്ങി. ഹാർലി സായിദായിരിക്കും ചിലപ്പോൾ. സായിദ് ഹാർലില്ല, ഫാറ്റ് ബോയ് ആണെന്നു. ഒരു പോലീസ് വണ്ടി അവിടെ നിൽപ്പുണ്ടായിരുന്നു. എന്നിട്ട് R1 പോയപ്പോണ്ടായിരുന്നു സൂക്ഷിച്ച് നോക്കുന്നത്. എനിക്ക് ഒന്ന് സൗണ്ട് ഉണ്ടോ നോക്കാവൂ. അവിടെ ഉണ്ടോ? ഏതേ ഇന്ന് എത്ര പേരുണ്ട്? ആണോ? SBR ഉണ്ടോ? SBR ഒന്നല്ല അങ്ങോട്ട് എത്തിയോ? ഇന്ന് എന്ത് തിരക്കാ? വേറെ ആരും എത്തിയില്ലല്ലേ? ജാസിംബാരെ വിളിച്ചാൽ മതി. പിന്നെയും മറന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരു സൈഡിൽ നിന്നാണ് വരുന്നത്. എപ്പോഴും അത് മറന്നു പോകും. ഞാനങ്ങനെ വണ്ടി എടുത്ത് അങ്ങനെ ഇറങ്ങും. കോർവെറ്റ് നല്ല രസമുള്ള കളറ്. ആ കോർവെറ്റിൻ്റെ അധികം കാണാത്തൊരു കളറാണ്. നോർമലി എല്ലാവരും റെഡോ അങ്ങനത്തെ കളറാണ് എല്ലാം ടിപ്പിക്കൽ കളറ്. പക്ഷെ ഇത് കൊള്ളാം. സൂപ്പർ ഫുള്ള് ബ്രോ. Hi. How are you? Good. 5-0 for my car, yeah? Super. I was just telling my friend the color is really cool. It's not usual. നല്ല പൊക്കി ഒരു ട്രക്ക് വരുന്നത്. F-150 അല്ലത്. ബ്രേക്ക് ലൈറ്റ് കണ്ടിട്ട് F-150 ആണ്. അതെ, പക്ഷെ നല്ല ലിഫ്റ്റ് ചെയ്ത് പൊളിക്ക്. So hot, man. We are going to Jabal Hafid. Alain. Yeah. See. അത് മതി. ഒന്ന് നോക്കട്ടെ.
കുറച്ച് കൂടെ അടിച്ചു. താങ്ക് യു ബ്രോ. ഡബിൾ ഇടണോ? സിംഗിൾ ഇട്ടാ? അല്ല ഇനിയിപ്പോൾ വേണ്ട, ബാക്കിലിടാം. അപ്പോൾ ഇന്നത്തെ വണ്ടികൾ സ്ട്രീറ്റ് ഗ്ലൈഡ്, നമ്മുടെ ആഫ്രിക്കട്ടിന് ജാസിംബയുടെ വണ്ടി, നിതിൻ ബ്രോയുടെ GS, കുട്ടിക്കയുടെ വണ്ടി എല്ലാം ഒപ്പിയെടുക്കുന്നു ഞാൻ. എന്താ ആരുടെ? വലിയ പ്രൊപ്പലറാ, സീനിയർ പ്രൊപ്പലറാ അവിടെയാണ്, ഞാൻ ജൂനിയർ പ്രൊപ്പലറാ. അതാ We have like 20 kilometers for Puttadi. ഫസ്റ്റ് സ്റ്റോപ്പ് അത്. അപ്പോൾ അതെ അടുത്ത സ്റ്റോപ്പ് ജാസിംബോ പറഞ്ഞ പോലെ 20 കിലോമീറ്റർ, എന്നിട്ട് ഫുഡടി, അത് കഴിഞ്ഞ് നേരെ ജബൽ ഹഫീദ്. ലെറ്റ്സ് ഡു ദിസ്. നമുക്ക് ആസ് യൂഷ്വൽ ഏറ്റവും ബാക്കിലിടാം. ഓഹ് അതൊരു വലിയ വണ്ടി. അപ്പോൾ അതെ വണ്ടികൾ നീങ്ങുകയായി. അപ്പോൾ അടുത്ത സ്റ്റോപ്പ് പറഞ്ഞ പോലെ ഇപ്പോൾ കറക്റ്റ് സമയം 10 മണി. അടുത്ത സ്റ്റോപ്പ് ഈസ് ഫുഡടി. ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ നിർത്തുന്ന പേര് ഞാൻ മറന്നുപോയി. അതുകൊണ്ട് നമ്മളതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് തലമുണ്ടാക്കുന്നില്ല. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് കയറണോ അല്ലെങ്കിൽ വേണ്ട, നമുക്ക് നേരെ പോയിട്ട് ഇതിന് കവച്ച് വെക്കാം. ലെറ്റ്സ് ഗോ. അനദർ നൈറ്റ് ലോങ് റൈഡ്. സ്പീഡ് ലിമിറ്റ് എത്രയെന്ന് എനിക്ക് അറിയില്ല. ചെക്ക് ലെഫ്റ്റ്. ഗുഡ് ടു ഗോ. അവരെല്ലാം നല്ല കത്തിച്ചു വിട്ടുണ്ടല്ലോ. സ്പീഡ് ക്യാമറ വന്നാൽ നമ്മൾ പെട്ടു, 100% പെട്ടു. രക്ഷപ്പെട്ടു. അപ്പോൾ ഇന്ന് 6+7 വണ്ടികളാണ് ഇന്നുള്ളത്. ഇപ്പോൾ വണ്ടിയിൽ 35 ഡിഗ്രിയാണ് നമ്മളെ കാണിക്കുന്നത്. 10 മണി, രാത്രി 10 മണി. ഇന്നത്തെ ഡേറ്റ് 9 മെയ്, 35 ഡിഗ്രി സെൽഷ്യസ്. ഇവിടുന്ന് നല്ലൊരു നെസ്കഫേയുടെ ഡബിൾ സ്ട്രോങ് കോഫി ഉള്ളൊരു സാധനമായി കുടിച്ചു. അത് കുടിച്ചപ്പോൾ ഒരു ഉന്മേഷം. പക്ഷേ ഈ കോഫിയുടെ സംഗതി എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് ഇപ്പോൾ അറിയാം. ആദ്യമൊന്നും ഞാനത് അങ്ങനെ രീതിക്ക് ആലോചിച്ചില്ല. അതായത് കോഫി സത്യം പറഞ്ഞാൽ നമുക്ക് എനർജി തരുന്നില്ല. നമ്മൾ ഈ ഉറക്കം പോകാനും കാര്യങ്ങളും നമ്മൾ ഈ കോഫി കുടിക്കുമല്ലോ, പക്ഷെ കോഫി നമുക്ക് എനർജി തരുന്നില്ല. കോഫി ചെയ്യുന്നത് സത്യത്തിന് എന്താണെന്ന് വെച്ചാൽ കഫീൻ ചെയ്യുന്നത് നമ്മുടെ ക്ഷീണം ഡിറ്റക്റ്റ് ചെയ്യുന്ന റിസപ്റ്റേഴ്സ് ഉണ്ടല്ലോ ബ്രെയിനിൽ, ആ റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ബേസിക്കലി നമ്മുടെ ശരീരത്തിന് ക്ഷീണമുണ്ട്, ആ ക്ഷീണത്തെ മറച്ചു വെക്കുവാണ് കഫീൻ. അല്ലാതെ നമ്മൾ ക്ഷീണിച്ച ഒരാൾക്ക് പുതിയ എനർജി തരുന്നില്ല. അപ്പോൾ ഈയിടെ കുറേ അത് ആ ഒരു സംഗതി ഇപ്പോൾ അറിയാലോ സോഷ്യൽ മീഡിയ. ഒരു പേജിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ തുരുതുരാ എല്ലാ പേജിലും ഇത് തന്നെ ആവും. സ്ട്രെസ് ആവുമ്പോൾ ബൈക്ക് ഓടിക്കുന്നത് നമ്മൾക്കത് മൈൻഡ് ചേഞ്ച് ചെയ്യും എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒരു ഹൈപ്പാണ്, അതിൻ്റെ ഒരു ക്ലീഷേ ഹൈപ്പാണ്. ക്ലീഷേ ഹൈപ്പാണ് എന്നുള്ള ഒരു തോന്നൽ എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രാക്ടിക്കലി എനിക്കതൊരു ശരിയാണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഈ ടാറ്റു ഇഷ്യൂസും എല്ലാത്തിൻ്റെ ഇടയിൽ ഈ ബൈക്ക് എടുത്ത് ഇറങ്ങുമ്പോൾ മൈൻഡ് ഒന്ന് ഡൈവേർട്ടാവും. സോ അതുകൊണ്ട് ഐ ആം കൺവിൻസ്ഡ് കുറച്ച് നേരത്തേക്ക് നമ്മുടെ മൈൻഡ് ചേഞ്ച് ചെയ്യാൻ റൈഡിങ് മാത്രമല്ല, എനിക്ക് തോന്നുന്നു റൈഡിങ് ഒറ്റയ്ക്ക് റൈഡ് ചെയ്യുന്നതിനേക്കാൾ ഇതുപോലെ ഫ്രണ്ട്സിൻ്റെ കൂടെ റൈഡ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ എഫിഷ്യൻറ്റ്, അതേ കുറച്ചും കൂടെ റിസൾട്ട് ഉള്ളത്. കാരണം നമ്മളെല്ലാവരും കുറേ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചിരിക്കുന്നത്, ആ ഒരു വൈബ് പിടിച്ചു പോകുമ്പോൾ അതൊരു പ്രത്യേക ഒരു മൈൻഡ് റിഫ്രഷറാണ്. പക്ഷേ ഈ ഒരു യുദ്ധം വലിയൊരു ക്ഷീണം കേട്ടോ, ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട് വർക്കിനെ. അപ്പോൾ ഇന്നും സത്യം പറഞ്ഞാൽ എനിക്കൊരു ഇവൻ്റ് ഉണ്ടാവേണ്ടതാണ്, ആ ഇവൻറ്റും നടന്നില്ല. യുദ്ധം കാരണമല്ല, പക്ഷേ വേറെ കുറച്ച് കാര്യങ്ങൾ അവരുടെ സൈഡിൽ നിന്ന് ഉള്ള കുറച്ച് ലിമിറ്റേഷൻസ് കാരണം
ഇന്ന് അവർക്ക് ആ ഇവൻറ്റ് നടത്താൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഞാൻ ഇന്ന് പോയിട്ട് പാട്ട് പാടി കാശുണ്ടാക്കേണ്ട ദിവസമായിരുന്നു. എനിവേസ് ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ലൈഫ് ഈസ് ഗുഡ്, ലൈഫ് ഈസ് ബ്ലെസ്ഡ്, വി കനോട്ട് കംപ്ലൈൻ. നമുക്ക് കഴിക്കാൻ ഭക്ഷണമുണ്ട്, കിടക്കാൻ സ്ഥലമുണ്ട്, ഓടിക്കാൻ വണ്ടിയുണ്ട്. പിന്നെ ഒരു വലിയ ബ്ലെസ്സിങ് അല്ലേ. നമ്മുടെ ഇയർ പ്ലഗ് ഒന്ന് ട്രൈ ചെയ്യണം. നമ്മൾ ഇയർ പ്ലഗ് അധികം നമ്മൾ യൂസ് ചെയ്ത് പരിചയിച്ചിട്ടില്ല. കാരണം എൻ്റെ എയർ ഇങ്ങനെ ഫു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ട് ചെവിയിൽ. സോ എന്തായാലും നമുക്ക് നേരെ നമ്മൾ അടുത്ത സ്റ്റോപ്പിലോട്ട് വിടാം. ആൻഡ് റെസ്റ്റോറൻറ്റ് ഒരു 20 കിലോമീറ്റർ എന്നാണ് പറഞ്ഞത് നമ്മളവിടെ ഇറങ്ങിയതിന് ശേഷം. അപ്പോൾ നേരെ അങ്ങോട്ട് വിട്ടിട്ട് ഇനി അടുത്ത ഭക്ഷണ സീൻസ്. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ നമ്മുടെ ഇതിലോട്ട് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ റെസ്റ്റോറൻറ്റ്. സത്യം പറഞ്ഞാൽ എനിക്ക് വിശക്കുന്നില്ല. ഞാൻ വരുന്നതിന് മുന്നേ ഒരു കുഞ്ഞു ബർഗർ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മിക്കവാറും അവിടെ ചെന്ന് ഒരു ചായയോ എന്തെങ്കിലും ഒന്ന് കുടിക്കണം, പിന്നെ ഒന്ന് ചില്ല് ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവരെല്ലാവരും ഭക്ഷണം കഴിക്കും, നമ്മൾ അവിടെ വെറുതെ ചായ കുടിച്ച് എല്ലാവരും വായി നോക്കിയിരിക്കും. അവർ കഴിക്കുന്നത് നോക്കി നമ്മളിരിക്കും. അല്ലെങ്കിൽ പോകുന്ന വഴിയുള്ള ഫുഡ് ആൻഡ് ഫൺ. അതെ ജാസിം ബ്രോ. ഇല്ല, ഞാൻ ചോദിച്ചു ജാസിം ബ്രോ മൈൻഡ് മാറ്റിയോ? അങ്ങനെ എടുത്ത് ഇങ്ങനെ പോലെ വേണ്ടി. റിവേഴ്സ് പാർക്ക് ചെയ്യാൻ എനിക്ക് വേണ്ട, ഞാൻ നേരെ പാർക്ക് ചെയ്തോളാം. എന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചിറക്കാം. ഞാൻ റിവേഴ്സ് പാർക്ക് ചെയ്യുന്നില്ല. ഇവരെല്ലാവരും പാർക്ക് ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് ഈ വണ്ടി പുറകോട്ട് തള്ളി പാർക്ക് ചെയ്യാനുള്ള ഒരു താല്പര്യമില്ല. ആ സ്ട്രീറ്റ് ഗ്ലൈഡും ബാക്കിലോട്ട് വർക്ക് ചെയ്യൂ. ഞാൻ മാത്രമാണോ മടിയൻ? അപ്പോൾ സ്ട്രീറ്റ് ഗ്ലൈഡിലുള്ള ആരിഫ് ബ്രോ മാംഗ്ലൂർ എന്നാണെന്നാണ് പറഞ്ഞത്. ആഹാ, ഓ അങ്ങനെ കൊണ്ടുപോയി അവിടെ പാർക്ക് ചെയ്തില്ലേ. നമുക്ക് തൊള്ളു. There we go. ബ്രോ, ഈ കാർപ്പറൈഡിൽ ഇതുണ്ടോ, ഓഫ്ലൈൻ മാപ്പ് ഉണ്ടോ? അതോ ഓഫ്ലൈൻ മാപ്പ് നമ്മൾ ഗൂഗിൾ മാപ്പിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഓഫ്ലൈൻ അങ്ങനെ കിട്ടും? അതെന്താ അത്രയും വയറ് ഫ്രണ്ടിൽ? ഓ, ചാർജറാണോ? അത് ചാർജറിന്റെ. പിന്നെ ഇത് മറ്റേ ഹെൽമെറ്റ് ലോക്ക്. ചാർജറിന്റെ പിന്നെ ഞാനിപ്പോ യൂസ് ചെയ്യാത്തോണ്ട് അങ്ങനെ അവിടെ ചുറ്റിയാണ്. നിങ്ങളുടെ ഹെഡ്സെറ്റ് വരിഞ്ഞാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് മറ്റേ ഇതിന്റെ എന്താണ് ക്വാഡ് ലോക്ക് ഇല്ലേ? ക്വാഡ് ലോക്കിൻ്റെ ഇത് വേണമെങ്കിൽ എൻ്റെ കയ്യിലുണ്ട് ഇതുപോലെയുള്ള. പക്ഷെ കേസ് നിങ്ങളുടെ ഇതിനൊന്ന് വാങ്ങിയാൽ മതി. മറ്റേത് വേണമെങ്കിൽ ഞാൻ തരാം. എൻ്റെ കയ്യിൽ ഒരെണ്ണം കിടപ്പുണ്ട്. ക്വാഡ് ലോക്ക് ഇല്ലേ? ആ, ഞാൻ ഇപ്പൊ ഇത് മാറ്റിയപ്പോൾ എൻ്റെ നേരത്തെ ക്വാഡ് ലോക്ക് ആയിരുന്നു, അത് വീട്ടിൽ കിടപ്പുണ്ട്. ഈ കേസ് വാങ്ങുന്ന അതാണ് എനിക്ക് ഇതിലുള്ള ഒരു പ്രശ്നം. കാരണം ഓരോ ഫോൺ മാറ്റുമ്പോൾ പിന്നെയും കേസ് വാങ്ങണം. അതാണ് ഓരോ കേസിന് 200-250 റംസ് വരും. ഓ, ഇത് ഈ പാമ്പും കൊണ്ട് എന്താ റൈഡ് തുടങ്ങിയിട്ട് ഒഫീഷ്യലി 10:30 തൊട്ടിട്ട് 11:15, 9:30 തൊട്ടിട്ട് 11:15. നമ്മളെവിടെ എത്തിയിട്ടില്ല. അതൊന്നും വേണ്ട, നിങ്ങള് മുമ്പ് പോയാൽ മതി. എന്തിനു വെറുതെ? ഓ, ഞാൻ വൈകുന്നേരം മുതൽ ഡാറ്റ അങ്ങ് ഓഫാക്കിയിട്ട് നാളെ 24 മണിക്കൂർ ഡാറ്റ ഇല്ലാതെ ഇരിക്കാൻ തീരുമാനിച്ചു. നടക്കുന്ന കാര്യമാണോ? ഇതുവരെ നടന്നു. ഇനിയിപ്പോൾ രാത്രി ഒന്നും വരാൻ പോകുന്നില്ല. നാളത്തെ ദിവസം എങ്ങനെയാ നോക്കണം. പക്ഷെ നാളെ മാക്സിമം പുഷ് ചെയ്ത് ഒരു 3 മണി വരെ എത്തിച്ചാൽ 24 മണിക്കൂറായി. 12 മണി വരെ കിടന്നിറങ്ങിയാൽ ഞാൻ അതല്ല എൻ്റെ പ്രശ്നം. ഞാൻ ഉറങ്ങൂലേ. 7:30 ആയി കഴിഞ്ഞാൽ ഞാൻ കണ്ണെണീറ്റ് തോണരും. അലാമൊന്നും ഇല്ലാതെ തന്നെ ഉണരും. ചില നേരത്തെ അതാണ് എനിക്ക് 2 മണിക്ക് കിടന്നാലും 7:30 ആകുമ്പോൾ തന്നെ എണീക്കും.
വണ്ടികളെല്ലാം റെഡി. എക്സിറ്റ് അങ്ങനെയാണോ? എക്സിറ്റ്? ആ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് ഇറക്കിയ ഡയറക്റ്റ്? ഇങ്ങനെയാണോ? എടുത്തോളൂ. അപ്പോ ഇവിടുത്തെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ലെറ്റ്സ് ഗോ. അങ്ങനെ ഡിന്നർ കഴിഞ്ഞു. കുറേ നേരം കത്തിയടിച്ചു. അവിടെ നിന്ന് മുജീബ് പറയുന്നു നമ്മൾ ഇറങ്ങിയിട്ട് ഏകദേശം 1.5 മണിക്കൂറായി. ഇപ്പോഴും നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടില്ല. കാരണം നല്ല രസമാണ് ഈ കത്തിയടിയും ഈ സംസാരമാണ് ഇതിൻ്റെ ഫൺ. ഇതാണ് ഇതിൻ്റെ രസം. അങ്ങനെ ദ ജേർണി കണ്ടിന്യൂസ്. അടുത്തത് ഇനി ഒരു സ്റ്റോപ്പും കൂടെ, 1-2 സ്റ്റോപ്പ് ഉണ്ടാവും. ഒരു 50 കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മൾ നിർത്തി പോകും മിക്കവാറും. കാരണം രാത്രിയല്ലേ, റിലാക്സ്ഡ് ആയിട്ട്. പിന്നെ നാളെ സൺഡേ ആണ്, അങ്ങനെ പോയിട്ട് ധൃതിയൊന്നുമില്ല കാര്യമായിട്ട്. അപ്പോൾ നിർത്തി ആയിരിക്കും പോകുന്നുണ്ടാവുക. തണുത്ത കാറ്റ് ഒന്ന് തണുത്തിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പം ചോദിച്ച് പോവാം. സൈഡ് ബോക്സ് ഒഴിവാക്കിയപ്പോൾ നല്ലൊരു ഡിഫറൻസ് തോന്നുന്നു വണ്ടിക്ക്. The life on two-wheel is something, man. നമ്മുടെ ഈ 2 ചക്രത്തിൽ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്നത് എങ്ങനെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ തമ്പുരാനറിയാം. പക്ഷെ ഒരു രസമാണ്. ഇതൊരു ലൈഫാണ് പറയുന്ന പോലെ. ഇതൊരു ലൈഫ് സ്റ്റൈലാണ്. ഇത് ജസ്റ്റ് ഒരു ഹോബി അല്ലെങ്കിൽ ഒരു ഇതെന്ന് പറയാൻ പറ്റില്ല. ഒരു ലൈഫ് സ്റ്റൈലാണ്. അതുകൊണ്ട് രാത്രി ഉറക്കവും കളഞ്ഞ് വണ്ടി കയറി. പലർക്കും പല ഭ്രാന്താണല്ലോ. കുറേ ആളുകൾ നമ്മളെ പോലെ ഈ 2 ചക്ര ഭ്രാന്ത് കൊണ്ട് നടക്കുന്നു. But this is something, man. This is something. ഇൻഫ്ലൈറ്റ് ദുബായ്. ഇവിടെ സ്കൈ ഡൈവ് നമ്മുടെ അന്ന് ഇവിടെ ഷൂട്ടിന് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അന്ന് ഇപ്പോൾ ഒരു ഫ്ലാഗിൻ്റെ അതിൻ്റെ റീൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഫ്ലാഗിൻ്റെ ഷൂട്ടിൻ്റെ അത് ഇവിടെ ചെയ്തത്. എല്ലാം അറിയാഞ്ഞിട്ടല്ല, പക്ഷെ എന്നാലും അത് അറിഞ്ഞുകൊണ്ട് ഈ ഒരു ത്രില്ല് ചേസ് ചെയ്യുമോ. അത് പല രീതിക്ക്. ചിലവർക്ക് ദൂരയാത്ര പോകാൻ 2 ചക്രത്തിൽ ബൈക്കിൽ, ചിലവർക്ക് മഡും കുന്നും മലയും കുത്തി കയറി ഇറങ്ങാൻ, ചിലവർക്ക് ട്രാക്കിൽ ഓടിക്കാൻ. പല രീതിയിലുള്ള ഹരങ്ങളാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പലരുടെ ഇത് എനിക്ക് ഏറ്റവും എക്കണോമിക്കലി ചെയ്യാൻ പറ്റുന്ന ഒരു ലഹരിയാണ് ഈ വണ്ടി ഓടിക്കൽ. പെട്രോൾ അടിച്ച 40-50 ദിറംസിന് എനിക്ക് ഫുൾ ടാങ്ക് പെട്രോൾ കിട്ടും. വേറെ ഒന്നും കാര്യമായിട്ടില്ല. നമ്മളിപ്പോൾ മൂക്കുമുട്ട തിന്നാൻ പോകുന്നില്ല. ജസ്റ്റ് മേക്ക് ഷുവർ യു ഹൈഡ്രേറ്റ്. വിശപ്പിനുള്ള എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക. ജസ്റ്റ് ഹിറ്റ് ദ റോഡ്സ്, റൈഡ്, സിംപ്ലി റൈഡ്. ഇതിപ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് ഓടിക്കുമ്പോഴേ ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മളിപ്പോൾ ഇതിലിപ്പോൾ 7 പേര് കൂട്ടും. 7 പേര് 7 ജീവിത രീതികളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. 7 രീതിയിലുള്ള പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. 7 ടൈപ്പ് അപ്ബ്രിങ്ങിങ്ങുള്ളവരാണ്. എല്ലാം എൻറ്റയർലി ഡിഫറെൻറ്റ്. പക്ഷേ ഓൾ യുണൈറ്റഡ് ബൈ ദിസ് വൺ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ വൺ പാഷൻ. ഇന്നത്തെ എപ്പിസോഡിൽ സാഹിത്യം കുറച്ച് കൂടിയെന്ന് തോന്നുന്നില്ലേ? ഇന്നത്തെ എപ്പിസോഡിൽ ചിന്തകൾ കുറച്ച് ആഴങ്ങളിലോട്ട് ഇറങ്ങിച്ചെല്ലും. Let's continue the ride. Let's go. Stay on the road. Stay in the moment. അപ്പോൾ ഇന്നത്തെ ഫ്ലീറ്റ് കാണിച്ചു തരാം. ക്യാമറ ഒന്നും അടിച്ചില്ലെങ്കിൽ അതേ ഏറ്റവും പുറകിൽ ആസ് യൂഷ്വൽ നമ്മുടെ മുന്നിൽ ഷറഫ് വിത്ത് ഷർമാക്സ്, പിന്നെ നമ്മുടെ നിതിൻ ബ്രോ വിത്ത് GS-A ആണ് കേട്ടോ. പിന്നെ നമ്മുടെ അതേ മുജീബ് ക ആ സൈഡിൽ, അതിൻ്റെ ഫ്രണ്ടിൽ ആരിഫ് ഭായ്, ഫ്രണ്ടിൽ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ ബാക്കി വണ്ടികൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഏകദേശം അല്ലൈൻ എത്തിയിട്ടുണ്ട്.
അല്ലൈനിക്കുള്ള ഇൻ്റർനാഷണൽ എയർപോർട്ട്, അല്ലൈൻ മ്യൂസിയം, അങ്ങനെ എല്ലാ ബോർഡുകളും കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം അല്ലൈൻ എത്തിയിരിക്കുന്നു. അതെ, ഷറഫ് സൈഡിൽ കൂടെ ഒക്കെ കത്തിച്ച് വിടുന്നുണ്ടല്ലോ. 360 ഓണൊക്കെ ഉണ്ടാവും മിക്കവാറും. പക്ഷേ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഈ 360 വാങ്ങണം, 360 വാങ്ങണം. പക്ഷെ എനിക്ക് തോന്നുന്നു 360 കൊണ്ട് നമുക്ക് വലിയ ഉപകാരം ഉണ്ടോയെന്ന് ചോദിച്ചാൽ റീലുകളൊക്കെ എടുക്കാൻ നല്ലതാണ്. പക്ഷെ നമ്മുടെ മെയിൻ ഫോക്കസ് യൂട്യൂബ് ലോങ് ഫോം വീഡിയോ ആയതുകൊണ്ട്, ഇത് നാഷണൽ ഡയറി ലോങ് ഫോം വീഡിയോ ആയതുകൊണ്ട് 360 നോക്കാം ലെറ്റ്സ് സീ. അല്ലേൻ എത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ജബൽ ഹഫീത്തിലോട്ട് കയറണം, ജബലിൻ്റെ മുകളിലോട്ട്. അവിടെ എന്തൊക്കെയോ മേലെ എവിടെയൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പോയി നോക്കണം, ബാക്കി നോക്കാം. ആശം വീഡിയോ എടുക്കണം. ഷറഫിൻ്റെ മഞ്ഞ വെളിച്ചം, അതാണ് മഞ്ഞ വെളിച്ചം. ഇത് നമ്മൾ അൽഐനിൻ്റെ കുഞ്ഞു വഴികളിലൂടെ നമ്മൾ വണ്ടി ഓടിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഈ ജബൽ ഹഫീത്തിൽ കയറുന്നതിൻ്റെ മുന്നേ താഴെ ഒന്ന് നിർത്തുമോയെന്നറിയില്ല. നോർമലി ഇതിന് മുന്നേ നമ്മൾ പണ്ട് ബോബി, HR, പിന്നെ ദീപു, അന്ന് അമിത്, നമ്മുടെ ആക്ടർ അമിത്, ഞങ്ങളെല്ലാവരും അമിത് വന്ന സമയത്ത് ഞങ്ങളെല്ലാവരും കൂടെ ഒരു ട്രിപ്പ് അടിച്ചിട്ടായിരുന്നു. അത് ജബൽ ഹഫീത്ത് അല്ല, അത് ജബൽ ജയ്സായിരുന്നു. അപ്പോൾ ആ മൗണ്ടൻ കയറുന്നതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ താഴെ വണ്ടി നിർത്തി, താഴെ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ അവിടെ ഇരുന്നിട്ട് അവിടെ അത് കത്തിയടിച്ച് പിന്നെ വണ്ടി എടുത്ത് ഫ്രഷായിട്ട് ഒരു സ്ട്രെച്ച് അങ്ങ് കയറി. നല്ല രസമായിരുന്നു. അന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു എന്താ പറയുക, ഒരു രസമായിരുന്നു. ആ ഒരു ബ്രേക്ക് ഒരു നല്ല രസമുള്ള ഒരു ബ്രേക്കായിരുന്നു. ഇത്രയും ഓടിച്ച് നമ്മൾ കയറാൻ പോകുന്ന മലയുടെ തൊട്ട് താഴെ നിർത്തി, മല കയറുന്നതിന് തൊട്ട് പിന്നെ ഒരു ബ്രേക്ക് സംസാരിച്ച് എന്നിട്ട് ഫ്രഷായിട്ട് നേരെ അങ്ങ് കയറുക. അല്ലൈൻ എഗെയിൻ നമ്മുടെ ഫുജേറയും റാസൽ ഖൈമയൊക്കെ പറഞ്ഞ പോലെ കുറച്ചുകൂടി ഒരു കാം ഏരിയ, ഒരു സമാധാനമുള്ള, അധികം നമ്മളെ ദുബായ് പോലെ കെയോട്ടിക് അല്ല. ദുബായ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് പേസ്, ഭയങ്കര ഒരു ഹൈ എനർജിയാണ്. പക്ഷെ എപ്പോഴും ഈ ഹൈ എനർജി ഒരു സുഖമില്ല. ഇങ്ങനത്തെ ഒരു ഏരിയ ആകുമ്പോൾ ഒരു സമാധാനമാണ് ഫീല്. അതിൻ്റെ റൗണ്ട് അബൌട്ടൊക്കെ നോക്കി ഉള്ളിൽ നല്ല വലിയ മരങ്ങൾ, ഭയങ്കരമായിട്ട് ആർഭാടങ്ങളൊന്നും ഇല്ലാതെ നോർമൽ ഒരു സ്ഥലം. എനിക്ക് ഇങ്ങനത്തെ വൈബ് ഭയങ്കര ഇഷ്ടം. ഇവിടെയൊക്കെ നമ്മൾ വന്നിട്ടുണ്ട്, ഈ ഷോപ്പിൻ്റെ, ഈ മാർക്കറ്റിൻ്റെ ഇവിടെ. ഇത് തന്നെയാണോ എന്നറിയില്ല, ഇതുപോലുള്ള സ്ഥലത്ത് കുറേ മുന്നേ, ഒരു 5 വർഷമൊക്കെ മുന്നേ, അന്ന് വേറെ 5 അല്ലല്ലോ, 2018-19 എന്ന് പറയുമ്പോൾ ഒരു 6-7 വർഷം മുന്നേ നമ്മുടെ ഫ്രണ്ട് പോകുന്ന നിതിൻ ബ്രോ ഈ വണ്ടി, ഞാൻ ഇന്ന് അറിഞ്ഞത്, ഈ വണ്ടിയും കൊണ്ട് യൂറോപ്പിക്ക് ട്രിപ്പ് പോയിട്ടുണ്ട്. അതായത് ഇവിടുന്ന് വണ്ടി അങ്ങോട്ട് ഷിപ്പ് ചെയ്തു, എന്നിട്ട് 22 ദിവസം യൂറോപ്പ് എക്സ്പ്ലോർ ചെയ്തു. 9 രാജ്യങ്ങൾ, നോർവേ വരെ പോയി ഈ വണ്ടി കൊണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ഈ സെയിം വണ്ടി, എന്നിട്ട് അവിടുന്ന് തിരിച്ചിങ്ങോട്ടന്നെ വണ്ടി കയറ്റി. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആട്ടോ. ഷോ, ടോട്ടൽ ബഡ്ജറ്റ് ഏകദേശം 28,000 ദിർഹംസായി എന്നാണ് പറഞ്ഞത്. വണ്ടി അങ്ങോട്ട് കയറ്റാൻ ഷിപ്പിംഗ് ചാർജ് 5,000 സംതിങ്, ഓൾമോസ്റ്റ് 6,000. പിന്നെ കാറിനെ വേറെ, കാറിനേക്ക് എന്തായാലും ഡെപ്പോസിറ്റ് 10,000, പിന്നെ കാറിനയുടെ പേപ്പറിന് സർട്ടിഫിക്കറ്റിന് 1,800 അങ്ങനെ എന്തോ ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ റേറ്റൊക്കെ ചേഞ്ചുകൾ വന്നിട്ടുണ്ടാകും കുറേയൊക്കെ. അന്ന് പോയ സമയത്ത് നിതിൻപുറ ഏകദേശം ഈ ഒരു എക്സ്പെൻസാണ് പറഞ്ഞത്. പക്ഷെ ദാറ്റ്സ് വൺ ഹെൽ ഓഫ് എൻ എക്സ്പീരിയൻസ് മാൻ. അതാണ് യാത്ര, അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണം ബൈക്ക് കൊണ്ട്. ഹിലി മോളോ, ഞാൻ ഹിലി എന്ന് കണ്ടപ്പോൾ ഹൈലൈറ്റ് എന്നാണ് പെട്ടെന്ന് തലയിൽ കൂടെ ഓടി. സോറി we had to sorry. അതെ, ഒമാൻ രജിസ്ട്രേഷനുള്ള ഒരു ലെക്സസ് ഒക്കെ LS 400. എനിക്ക് തോന്നുന്നു ഇവർ അല്ലൈൻ ഇവിടെ ഒരു ബോർഡർ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഈ ബോർഡർ പിടിച്ച് ഒമാനിൽ കയറാനാവും. കുട്ടിക്കാരൻ്റെ വണ്ടിയുടെ വീലിൻ്റെ വലിപ്പം, ടയറിൻ്റെ സൈസ്, ഇത്ര ഓടിച്ച് വന്നിട്ട് ആദ്യത്തെ സിഗ്നൽ ക്യാമറ ഓണാക്കിയപ്പോഴേക്ക് ഗ്രീനായി. റൗണ്ട് അബൌട്ടൊക്കെ ഇത് നല്ല തിരക്ക് കേട്ടോ. ഇതുവഴി വന്ന ഓർമ്മയുണ്ട്. ഈ ബ്രിഡ്ജ് കഴിഞ്ഞ് ഈ റൈറ്റ് സൈഡിൽ എങ്ങനെ കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാനും ഇവിടെ ഞാനും
ആഷിഫും കൂടെ വന്ന സമയത്ത് എൻ്റെ ഫോട്ടോ ഞാനിടാം. ആഷിഫും ഞാനും കൂടെ വന്ന സമയത്ത് ഈ സൈഡിൽ പാർക്ക് ചെയ്ത് 2 ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നേരെ ജബൽ ഹഫീദ് അങ്ങ് പോയി. ഇരിപ്പിടം കല്ലായി മാറിയെന്ന് തോന്നുന്നു. ഒന്ന് എണീറ്റ് 2 സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചോരയോട്ടം നടന്നോളും. ഓ എന്താ നൂണിൻ്റെ ആൾ പോയ പോക്ക്. ഓ നമുക്ക് ലെഫ്റ്റാ പോകണത്. ഓ ഇവിടെ റോഡ് സ്മൂത്ത്നെസ് കുറഞ്ഞു കേട്ടോ. ഇവിടെ ഈ ഏരിയ കുറച്ച് ചാട്ടങ്ങളും കുറച്ച് ക്രാക്കും ഒക്കെ ആയിട്ട്. ഓ ഇനി വേണമെങ്കിൽ ഇവിടെ ജസ്റ്റ് സ്റ്റാൻഡ് ഇട്ടിട്ട് വേണമെങ്കിൽ കാല് കുത്തി ഒന്ന് നിൽക്കാം. യെസ് സാറഫ് മുജിക്ക് സ്ട്രെച്ച് ചെയ്യണത് നടു. ദൂരെ ഗ്രീനായി, അടുത്തത് നമ്മളായിരിക്കും ഗ്രീൻ. ഈ കാർപ്പറേറ്റ് സ്ക്രീന് കൊള്ളാട്ടോ. അതേ നോക്കി നിതിൻ ബ്രോയുടെ സ്ക്രീന് നല്ല നല്ല ക്വാളിറ്റി സ്ക്രീൻ. ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്കൊരെണ്ണം വാങ്ങിയാലോ? എങ്ങനെയിരിക്കും? വുഡ് ബി എ ഗുഡ് ഐഡിയ. അതാകുമ്പോൾ പിന്നെ ഇതിവിടെ വെക്കണ്ട. പിന്നെ വൈബ്രേഷൻ്റെ കാര്യങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഫോൺ എടുത്തിട്ട് പോക്കറ്റിലിട്ടാൽ മതി. അപ്പോൾ അതേ നമ്മൾ കയറുന്നതിന് മുന്നേ, മുകളിലോട്ട് കയറുന്നതിന് മുന്നേ 1 more സ്റ്റോപ്പ്. പെട്രോൾ അടിച്ചേക്കാം. പിന്നെ ഇനി അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വേണ്ട, അടിക്കാനുള്ളതെല്ലാം അടിച്ചു വെച്ചേക്കാം. കുട്ടിയൊക്കെ ടയറിൻ്റെ വലുപ്പം സൂപ്പർ ഫുൾ ബ്രോ. ആ എന്താ ബ്രോ പേര്? ബ്രോ ഇവിടെ ആണല്ലേ? ജാസിം ബ്രോ പറഞ്ഞു ഇവിടെ അലൈനിലാണല്ലേ? ആ ഹാഫ് ഉണ്ടായിരുന്നു ഒന്നും. വണ്ടി അങ്ങോട്ടിടാം. ഇവിടെ ഗ്യാപ്പ് ഉണ്ടോ? അവിടെ ഉണ്ട്. നിങ്ങൾ കടത്തി വിട്ടണ്ടേ? ഞാൻ വീഡിയോ കുറച്ച് തോന്നുന്നു. ഞാൻ എഡിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ചുരം കയറാം. ലെറ്റ്സ് ഗോ. വണ്ടികളെല്ലാം റെഡി, റൈഡേഴ്സ് ആർ റെഡി. ഹോപ്പ്ഫുള്ളി ബാറ്ററി ലാസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഷംനാസ്ക ബാക്കിലുണ്ട് കാറായിട്ട്. ഷംനാസ്ക ഇവിടുന്ന് വന്നാ അബുദാബിയിൽ നിന്ന് ഇങ്ങോട്ട് നമ്മളെ ജോയിൻ ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ടെത്തി. ഒന്നും മറന്നില്ലല്ലോ. ഫോണുണ്ട്, ജാക്കറ്റുണ്ട്, ബാക്കിയെല്ലാം ബാക്കിലുണ്ട് എന്ന് വിചാരിക്കുന്നു. തുറന്നിടാം ഹെൽമെറ്റ്. നട്ടപ്പാതിരാക്ക് അൽ ഐൻ പട്ടണം. അപ്പോൾ ജാസിം ബ്രോയുടെ വണ്ടിയുടെ ബാക്കിൽ നമ്മുടെ നാസിഫ് ഉണ്ട്, മേലക്ക് ബ്രോയും ഉണ്ടാവും. പക്ഷെ ഈ സമയത്ത് റൈഡ് ചെയ്യുന്നൊരു വൈബാട്ടോ. വണ്ടികളൊക്കെ കുറവ്, തീരെ തിരക്കില്ല. ഒരു ഭൂരിഭാഗം പേരും വീട്ടിൻ്റെ ഉള്ളിൽ സെറ്റിലായിട്ടുണ്ടാവും. ഗ്രീൻ ലെറ്റ്സ് ഗോ. ഇവിടെ അബുദാബി പോലെ തന്നെ നമ്മുടെ സ്പീഡ് ലിമിറ്റ് 60 ആണെങ്കിൽ 60 ആയി പോകാൻ പാടുള്ളൂ. നമ്മുടെ ദുബായിലെ പോലെ 20 മുകളിലോട്ട് അടിച്ച് കയറ്റാൻ പറ്റില്ല. പറഞ്ഞ സ്പീഡ് പോയാൽ മതിയെന്ന്. നമ്മുടെ ക്യാപ്റ്റൻ തലബാത്താണ്, ഇന്നത്തെ റൈഡ് ക്യാപ്റ്റൻ. ആരിഫ്രോയുടെ വണ്ടിയുടെ ഒച്ച ഇങ്ങനെ പ്രകമ്പനം കൊള്ളുന്നു. ആരാണ് കാറ് നമ്മുടെ വരിയുടെ ഇടയിലോട്ട് കയറ്റാൻ ശ്രമിക്കുന്നത്? സമ്മതിക്കില്ല ഞാൻ. പക്ഷെ അങ്ങനെ പാടില്ല, പോകാനുള്ളവർക്ക് പോട്ടെ. അൽ സലാം സ്ട്രീറ്റിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്യാപ്റ്റൻ തലബാത്ത് ബ്രോ ദേ നമ്മുടെ പിരിഞ്ഞ് അങ്ങോട്ട് പോയിരിക്കുന്നു. ഇനി നമ്മൾ തന്നെ നയിക്കണം. എന്നിട്ട് നമ്മൾക്ക് ആ ടൊയോട്ടയിൽ സമ്മർദ്ദം ചെലുത്തി അയാളെ ഈ ലൈനിൽ നിന്ന് പുറത്താക്കാം. നല്ല ബ്രിഡ്ജ്, വെറൈറ്റി അല്ലേ? ഓക്കെ, നമുക്ക് റൈറ്റ് ആണ് പോകുന്നത്. ബിഗു റൈറ്റ്. ടൊയോട്ടയിൽ സമ്മർദ്ദം ചെലുത്തിയിട്ട് ടൊയോട്ട പോയിട്ടില്ല കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് മാറില്ല എന്ന വാശിയുമായി ടൊയോട്ട നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഹാർലിയുടെ സൗണ്ട്, 2 ഹാർലിയും കൂടെ കുട്ടു 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 കുട്ടു.
നാസിഫ്രോ വീഡിയോ ഒക്കെ എടുത്ത് പൊളിക്കുന്നുണ്ട്. ആരെങ്കിലും മെക്കാനിക് വണ്ടി ഓട്ടോ മെക്കാനിക് വേക്കൻസീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കണം. നാസിഫ്രോ ചെക്ക് വേക്കൻസി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുമെങ്കിൽ ഇറ്റ്സ് ഗുഡ്. ഷംനാസിക്ക് മറ്റേ ആൾ വട്ടം വെച്ചു, ആരും പോകാൻ സമ്മതിക്കുന്നില്ല. അയ്യോ, ഒരു ഫ്ലാഷോ? എന്തിനാ? ആർക്കാ? എനിക്കല്ലല്ലോ. പ്ലീസ് ഒന്നോ. ഇനി ഇവിടം വരെ വന്നിട്ട് ഇവിടെ നിന്നൊരു ഫൈൻ വാങ്ങിക്കൊണ്ടുപോകാൻ സമ്മതിക്കില്ല ഞാൻ. റിമാൽ മോൾ. സ്പീഡ് ക്യാമറ. താങ്ക് യു. വി ആർ കെയർഫുൾ. ഒന്ന് വലിച്ച അവർ അടുത്തോട്ട് ഇങ്ങനെ കൊണ്ടുപോയാലോ? ഇത് വലിച്ചെടുക്കുമ്പോഴേക്കും 100 ഒക്കെ കുറച്ചുകൂടെ സ്പീഡ് കൂട്ടണം കേട്ടോ. 80 പോരാ ഈ റൂട്ടിൽ. പക്ഷേ എനിക്ക് തോന്നുന്നു ഡേ ടൈമിൽ ചിലപ്പോൾ ട്രാഫിക് കാണും. അതാണ് ഇവർ 80 പിടിച്ച് നിർത്തിയിട്ടുള്ളത്. ലൈൻ ചേഞ്ചിന് പിന്നെയുള്ള ചേതോ വികാരം എനിക്ക് മനസ്സിലായില്ല. എക്സിറ്റ് എടുക്കാറായിട്ടുണ്ടാവും ചിലപ്പോൾ. ടണൽ. ഇലകളും ഒക്കെയുള്ള ഗ്രാഫിറ്റി. ഇതിന് ഗ്രാഫിറ്റിയുടെ ഗണത്തിൽ പെട്ടാൻ പറ്റില്ല. ഇത് ജസ്റ്റ് പെയിൻറ്റിംഗ് ആണ്, വാൾ പെയിൻറ്റിങ്. ഈ ഒരു ഏരിയ അബുദാബിയൊക്കെ പോലെ. ഈ സൈഡിലുള്ള വില്ലകളും അതുപോലെ അവിടെ ഷോപ്പുകളും ഒക്കെ. അബുദാബിയിൽ ഇങ്ങനത്തെ ഒരു ഏരിയ ഉണ്ട്. സ്ഥലം എന്താ? സ്ഥലത്തിൻ്റെ പേര് അതറിയില്ല. ഒമാൻ മറ്റേ ഇതല്ലേ, ഇൻഷുറൻസ് അല്ലേ? 80 ആണ് സ്പീഡ് ലിമിറ്റ്. അഗൈൻ നേരെ സ്ട്രെയിറ്റ്. മേലെ കുറച്ച് വെളിച്ചം കാണുന്നുണ്ട്, ലൈറ്റുകൾ. നേരെ ദൂരെ മുന്നിൽ കാണുന്നതാണ് നമ്മുടെ ജബൽ ഹഫീദ്. വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കുട്ടിക്ക. ഇത് മറ്റേ ബാറ്റ്മാൻ്റെ എന്തോ സ്പെഷ്യൽ എഡിഷൻ ആണ്. വെളിച്ചത്ത് ഒരു ദിവസം കാണിച്ചു തരാം. ഇതിന് മുന്നേ ഒരു വ്ളോഗിൽ നമ്മളിത് കവർ ചെയ്തിട്ടുണ്ട്. കവർ ചെയ്യാൻ മീൻസ് ഏകദേശം ജസ്റ്റ് കണ്ടിട്ടുണ്ട്. അന്ന് ജാസിം ബ്രോ ഇതും കൊണ്ടാണ് വന്നത്. നല്ല വീതിയുള്ള റോഡ് എന്നല്ല, റോഡ് 3 ലൈന്. പക്ഷേ റോഡിൻ്റെ 2 സൈഡിലേക്ക് നല്ല വെടുത്തുണ്ട്. അതായത് തൊട്ടടുത്ത് ഇടുങ്ങി ബിൽഡിങ്ങുള്ള പോലെ തോന്നില്ല. 2 സൈഡും നല്ല വിശാലമായി നിൽക്കുന്ന സ്ഥലം. ലൈന് എനിക്ക് തോന്നി. ഗുഡ് ജോബ് ബഡി. ഇന്റർലോക്ക് റോഡാണ്. അപ്പോൾ നേരെ നമുക്ക് പർവ്വതം കയറാനുള്ള അങ്ങോട്ട് വെച്ച് പിടിക്കാം. അപ്പോൾ അതെ നമ്മൾ മുകളിലോട്ട് കയറാൻ പോവുകയാണ്. നേരെ ദൂരെ നോക്കിയാൽ എന്തേ നമ്മുടെ പർവ്വതത്തിൻ്റെ സൈഡിൽ കൂടെ ലൈറ്റ് പോകുന്നത് കാണാം. നല്ല രസം ഇവിടുന്ന് കാണാൻ. നമുക്കിനി മുകളിലോട്ട് കയറാം. ജബൽ ഹഫീദ്, വെൽക്കം. ഇത് ഞാനിപ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് വണ്ടി എടുത്ത് പോയാനേ. ഇത് 2 വേ ആണ്. ഷംനാസ് ഭായ് നമ്മളോട് പാസ് ചെയ്ത് പോകാൻ പറഞ്ഞു. നൈസായിട്ട് സൈഡിൽ കൂടെ കയറ്റിയിടാം. Welcome to Jabal Hafid. Stunning. What a beauty, man. കാറ്റ് അധികം ചൂടില്ല എന്നല്ല, കുറച്ച് തണുപ്പുണ്ട്. 1:26 സമയം. വി ആർ പാസ്റ്റ് മിഡ് നൈറ്റ്. ഓക്കെ, റൗണ്ട് അബൌട്ട് നമ്മുടെ ഫ്രണ്ടിൽ വണ്ടികളൊക്കെ കുറേ ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ട്. ഷംനാസ് ഭായ് ബാക്കിലാണോ? കുറച്ച് ബാക്കിലാണെന്ന് തോന്നുന്നു. ഷംനാസ് ഭായിൻ്റെ അടുത്ത് മിക്കവാറും ഇതുണ്ടാവും, മാപ്പ് ഉണ്ടാവും. ഇനി നമ്മൾ മുകളിലോട്ട് കയറുന്നു. നൈസായിട്ട് അവിടുന്ന് വണ്ടിയില്ലെങ്കിൽ മെല്ലെ അങ്ങ് പാസ് ചെയ്ത് പോയാൽ. പക്ഷെ ടേണിങ്ങിന് പാസ് ചെയ്യേണ്ട, അതാണ്. ചിലപ്പോൾ ബാക്കിയുള്ളവരുടെ കാൽക്കുലേഷൻ നമ്മുടെ കാൽക്കുലേഷൻ മാച്ച് ആയിക്കോളണമെന്നില്ല. പിന്നെ ആ റിസ്ക് എടുക്കണ്ട. നല്ല സ്ട്രെയിറ്റ് റോഡ് കിട്ടണമെങ്കിൽ നൈസായിട്ട് അങ്ങ് പാസ് ചെയ്യാം.
we go. Gear down. ഇവിടെ DCTക്ക് വിട്ടു കൊടുത്താൽ നമ്മളെ കാൽക്കുലേഷൻ ശരിയാവില്ല. സോ നമ്മൾ മാനുവൽ ഓവർ റൈഡ് ചെയ്തു. കാരണം DCTയുടെ കാൽക്കുലേഷൻ എപ്പോഴും ശരിയായിക്കോണമെന്നില്ല. ഇവിടെ ഷാർപ്പ് ടേൺസ് ആട്ടോ നമ്മൾ ജബൽ ജെയ്സ് വെച്ച് നോക്കുമ്പോൾ. സോ ഹാവ് ടു ബി കെയർഫുൾ. നമ്മൾ 2 ലൈന് യൂസ് ചെയ്തിട്ടാണ് പോകുന്നത്. ബാക്കിൽ വരുന്ന വണ്ടികൾ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം പോകാൻ. നല്ല കരിഞ്ഞ മണം. ഇവിടെ ആരോ ക്യാമ്പ് ചെയ്ത് കത്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ആ ഇവിടെയാണ് നിർത്തിയത്. ആ ബാക്കിൽ വരുന്നുണ്ട്. Let's go. ക്യാമറ എന്തായാലും അത്രയും ലാസ്റ്റ് ചെയ്യില്ല. ഓഹോ സ്റ്റണ്ണിങ്. ഇപ്പോൾ സൈഡിലോട്ട് നോക്കി കാണിച്ചു തരാൻ നിന്നാൽ ചിലപ്പോൾ എനിക്ക് പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ എല്ലാ വ്യൂവും കാണുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഈ മുകളിലോട്ട് കയറുന്ന ക്ലൈംബ് ആസ്വദിക്കാം. ഗിയർ ഡൗൺ. ടേണിൽ ശ്രദ്ധിക്കണം. ഓയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്ലിപ്പ് ആവാതെ അതും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. നമ്മുടെ കൂടെ ഉള്ള 2 വണ്ടികളൊന്നും അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. 2 ഹാർലി അല്ലേ അത്? അല്ല, കുട്ടിക്ക് നമ്മുടെ ഫ്രണ്ടിലുണ്ട്. നിതിൻ ബ്രോയും നമ്മുടെ ആരിഫ് ബ്രോയും. നൈസായിട്ട് ഇവിടുന്ന് അങ്ങ് കുട്ടിക്കാനായിട്ട് ഒന്ന് പാസ് ചെയ്ത് പോയാൽ there we go. We got this. നൈസായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഗ്യാപ്പ് ഉണ്ടാവും. Oh, this is fun. As long as we are safe, we are good. Gear down. ഈ ടേൺ എടുക്കുന്ന സമയത്ത് ഗിയർ ഡൗൺ ചെയ്യാൻ പാടില്ല. പക്ഷേ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. വി ഡൂയിങ് ഇറ്റ്. ജസ്റ്റ് ആ ഒരു ഫീൽ കിട്ടാൻ. ലുക്ക് അറ്റ് ദ സിറ്റി മാൻ. മേലെ പോയിട്ട് കാണിക്കാം. ഇവിടുന്ന് തിരിഞ്ഞു നോക്കിയാൽ ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകും. ഷറഫ് നിന്നാ ടേൺ എടുക്കുന്നത്.
man, this is fun. സ്ലോ ആണ്, നമുക്ക് ലീൻ ചെയ്യാൻ മാത്രമുള്ള സ്പീഡില്ല. ഷാർപ്പ് ടേൺ. എവ്രിവൺ റൈഡ് സേഫ്. നമ്മുടെ ഫ്രണ്ടില് മുജീബൊക്കെയാണ് ഫ്രണ്ടിൽ. വൈറ്റ് ലൈനിൽ കൂടെ ടേൺ എടുത്തുന്നത് അത്ര സേഫ് അല്ല. Let's go! റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ട്. അവർ തുറന്നുണ്ടോ? ഷർഫ് സൈഡിൽ എടുക്കുന്നുണ്ടോ? അതിന് ഏറ്റവും മേലെ പോകാമല്ലോ. അവർ ക്ലോസ് ചെയ്തിട്ടില്ലെന്ന് വിചാരിക്കുന്നു. മേലെ ഒരു സ്പോട്ട് ഉണ്ടല്ലോ ഏറ്റവും മേലെ. അത് ഷാർപ്പ് ടേൺ. ഈ പാർക്കിംഗ് അല്ല, നമ്മൾ ഇനിയും മുകളിലോട്ട്, ഏറ്റവും മുകളിലോട്ടാണ് പോകുന്നത്. മാപ്പ് ഇടണം, എന്നാൽ അടുത്ത കർവ് എന്താ നമുക്ക് നേരത്തെ കാണാൻ പറ്റുള്ളൂ. നമ്മളത് ജബൽ ഹഫീദ് ടെസ്റ്റ് ഡ്രൈവുകളും കാറ്റുകൊള്ളലുകളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. പോകുന്നു ജാസിം ഭായ്, ആരിഫ് ഭായിയുടെ വണ്ടി കൊണ്ട്. ഓ, അതിന് സൗണ്ട് പൊളിയല്ലേ. എനിക്ക് രണ്ടെണ്ണം വലി.
അപ്പോൾ ഇനി തിരിച്ച് ഷംനാസ് ഭായ് കാറിൽ, ഷറഫ് വിത്ത് ലോങ് ഡ്രോൺ. ഓ അത് കൊള്ളാം. മുജീബ് ഭായ് റെഡി, ഗെറ്റിംഗ് റെഡി. അപ്പോൾ നമുക്ക് മെല്ലെ തിരിക്കാം. പോകുന്ന വഴിക്ക് ഒരു 2 സ്റ്റോപ്പ് മിക്കവാറും ഉണ്ടാവും. ഒന്ന് കഫ്റ്റീരിയയിലും, ഒന്ന് കഫ്റ്റീരിയയിൽ, 2 പിന്നെ നമ്മുടെ നാസിഫിനെ ഡ്രോപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ഒരു 2 സ്റ്റോപ്പ് ഉണ്ടാവാൻ ചാൻസ്. ലെറ്റ്സ് ഗോ. ഇനിയാണ് ശരിക്കും വ്യൂകൾ കാണാൻ പോകുന്നത്. കാരണം മേലെ നിന്ന് താഴേക്കുള്ള വ്യൂ ഈസ് മെന്റൽ. അങ്ങേ ഓഹോ, നിതിൻ ബ്രോ നേരത്തെ പോയി. നിതിൻ ബ്രോയ്ക്ക് രാവിലെ വേറെ റൈഡ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പോയ ഹത്ത ആ ഒരു ബ്രിഡ്ജ് ക്രോസിങ്ങിൻ്റെ അങ്ങോട്ട്. ഓ ലുക്ക് അറ്റ് ദ വ്യൂ മാൻ, കിടിലൻ വ്യൂ. എന്ത് രസ കാണാൻ, ബ്യൂട്ടി, സച്ച് എ ബ്യൂട്ടി. എനിക്ക് വല്ല കോങ്കണ്ണ് വരുമെന്നാവും ഇങ്ങനെ. ഞാൻ ഈ സൈഡിലേക്ക് വീഡിയോ എടുക്കുമ്പോഴൊക്കെ എൻ്റെ കണ്ണ് മുന്നോട്ടാണ്, പക്ഷേ എൻ്റെ തല തിരിച്ചു വെച്ചേ പറ്റുള്ളൂ, കാരണം ക്യാമറ കാണാൻ വേണ്ടി. അപ്പോൾ എൻ്റെ കണ്ണ് നേരെ തിരിച്ചു വെച്ച് റോട്ടിലോട്ടും തല ഒരു സൈഡിലോട്ടും. പലപ്പോഴും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെയാണ്. ഇവിടെയാണോ കഫ്റ്റീരിയ എന്ന് തോന്നുന്നു, ഈ സൈഡിലായിട്ട്. ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ടോ? ഇവിടെ എവിടെ ഒരു കഫ്റ്റീരിയ പാർക്കിംഗ് ഉണ്ട്. ഇവിടെയൊക്കെ ക്യാമ്പ് ചെയ്യാൻ നല്ല കിട്ടു സ്ഥലങ്ങളാണ്. അതായത് സീനറി അല്ല, പക്ഷേ ഈ ഒരു പാർക്കിംഗ് ഏരിയയിൽ ഏതെങ്കിലും പാർക്കിംഗ് സ്പോട്ട് പിടിച്ച് അവിടെ ടെൻ്റ് അടിച്ച് മൂടായിരിക്കും. ഓ ലുക്ക് അറ്റ് ദ വ്യൂ. Oh man, wow, stunning. ഓ ചെവിയൊക്കെ അടക്കുന്നുണ്ട്.
ഇവിടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവാം. ഓ ഇവിടെ വാഷ്റൂം ഉണ്ടല്ലേ, അത് പൊളിച്ച്. അപ്പോൾ വാഷ്റൂം ഉണ്ടെന്ന് പറഞ്ഞ് നിർത്തി, പക്ഷേ വാഷ്റൂം ഇവിടെ ഇല്ല. Let's go. ബ്യൂട്ടിഫുൾ. ആ ഇവിടെയാണ് കഫ്റ്റീരിയ. ഓ ഇവിടെയാണ് നമ്മൾ പണ്ട് ജബൽ ഹഫീത്തിൽ നമ്മൾ ഞാനും ആഷിഫും കൂടെ വന്ന സമയത്ത് ഇവിടെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നേരെ ഡയറക്റ്റ്ലി അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിർത്താം. തിരിച്ചിടണോ? തിരിച്ചിട്ടേക്കാം. ഇനിയിപ്പോൾ ഞാനായിട്ട് തിരിച്ചിടാതിരിക്കണ്ട. കമോൺ. അപ്പോൾ മൂത്രപ്പുര ഹണ്ടിങ് പാർട്ട് 2 ഈസ് ഓൾസോ എ ഫ്ലോപ്പ്. ഓ നമ്മുടെ ക്യാമറ ഇതിൽ കാണുന്നത് കൊള്ളാം. നേരെ 3:25 മലമുകളിൽ. പക്ഷെ ഈ പാൻറ്റിലേ മൂത്രമൊഴിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസിയുള്ള പരിപാടിയില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ മൂത്രമൊഴിക്കൽ വീട്ടിലേക്ക് എത്തിയിട്ടതിന് ശേഷം ഉള്ള പ്ലാനാക്കി നമ്മൾ നീട്ടുന്നതാണ്. ഇവിടുന്ന് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ 1 മണിക്കൂർ 50 മിനിറ്റാണ് നമുക്ക് വീട്ടിലേക്ക് എത്താൻ. ഇപ്പോൾ ഓൾറെഡി 3:30 ആയി. അപ്പോൾ ഇനി വീട്ടിലേക്ക് എത്തുമ്പോൾ ഏകദേശം 5:30. പിന്നെ സ്റ്റോപ്പും കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ ഒരു 6 മണി. ഒന്നും മറന്നു വെച്ചിട്ടുള്ളതെന്ന് വിചാരിക്കാം. പക്ഷേ അതിൻ്റെ ഇടയിൽ വേറൊരു ട്രാജഡി. നമ്മുടെ ഓസ്മോ പോക്കറ്റ് 3ൻ്റെ സ്ക്രീന് പൊട്ടിപ്പോയി. അവിടുത്തെ കാറ്റടിച്ച് സാധനം താഴെ വീണ് അത് പൊട്ടിപ്പോയി. അത് ഞാൻ കാണിച്ചു തരാം വീട്ടിലെത്തിയിട്ട് എങ്ങനെ, അല്ലെങ്കിൽ അടുത്ത വ്ളോഗിൽ എങ്ങനെയും കാണിച്ചു തരാം. ഇനിയിപ്പോൾ അതിൻ്റെ സ്ക്രീൻ ചേഞ്ച് ചെയ്യും. പക്ഷേ വർക്കിംഗ് ഉണ്ട്, റെക്കോർഡിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഗിംബലിനൊന്നും പറ്റിയിട്ടില്ല. ബിഗ് ഒരു ബെനിഫിറ്റ്. ഗിംബലിന് പ്രശ്നം വന്നിട്ടില്ല. അപ്പോൾ ഇതൊന്ന് സ്ക്രീന് ഇനിയിപ്പോൾ എത്ര വരും എന്ന് നോക്കണം. നല്ല തണുത്ത കാറ്റ്. നല്ല തണുത്ത കാറ്റ് എന്നല്ല, പക്ഷെ ചൂടുകാലത്ത് ഒരു ഇച്ചിരി കുളിരുള്ള ഒരു കാറ്റ്. Oh man, this view, this time, ഈ സമയം, ഈ വ്യൂ, ഈ വൈബ്, ഈ ഒരു മൂഡ്, ഈ ഒരു കാലാവസ്ഥ, this life man, this life.
ഏതാ അത് കുഞ്ഞു വണ്ടി? ഒരു ചെറിയ സ്റ്റോപ്പ് ഇവിടെ എടുത്തു, ഒരു വെരി ബ്രീഫ് ആൻഡ് ഷോർട്ട് സ്റ്റോപ്പ്. ഇനി ഇവിടുന്ന് നമ്മുടെ നാസിഫ് ബ്രോയെ തിരിച്ച് ഡ്രോപ്പ് ചെയ്യണം. അത് കഴിഞ്ഞ് സ്ട്രെയിറ്റ് ബാക്ക് ടു ദുബായ്. പോകുന്ന വഴിക്ക് ഒരു ബ്രേക്കും കൂടെ എടുക്കും, കാരണം ലോങ് ഡ്രൈവ് അല്ലേ, എന്തെങ്കിലും ചായയൊക്കെ കുടിച്ച് ചില്ല് ചെയ്ത് പോകാൻ. ടൈം ടു ഗോ, ടൈം ടു റൈഡ്. എന്തോ ഒരു കിലുങ്ങുന്ന ഒച്ച കഴിഞ്ഞ ദിവസം കേട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഇന്ന് ഞാൻ അധികം ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഇന്നും നമ്മൾ ഒരു രാത്രി മുഴുവൻ നമ്മൾ റൈഡ് ചെയ്തു. ഇന്നലെ രാത്രി, അതായത് ഇന്നലെ രാത്രി സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോഴും രാത്രി കഴിഞ്ഞിട്ടില്ല. സമയം ഇപ്പോൾ 3:54, അതായത് ഏകദേശം 4 മണി. ഇനി ഇവിടുന്ന് റൈഡ് ചെയ്ത് അങ്ങോട്ട് എത്തുമ്പോഴേക്കും എങ്ങനെയായാലും ഒരു 6 മണിയാവും. അപ്പോൾ ടൈമിംഗ് എല്ലാം ഫുൾ നൈറ്റ് we spent riding and sitting and laughing and talking and having fun. Dubai to Al Ain, Jebel Hafid, back to Dubai. Oh, grateful. അപ്പോൾ ഇനി അടുത്ത നമ്മുടെ ടാസ്ക് ലിസ്റ്റിലുള്ളത് നാസിഫിനെ ഡ്രോപ്പ് ചെയ്യാം. അത് സ്ലോ റൈഡിങ് കാലത്ത്. യെസ്, ഏറ്റവും സ്ലോ ആയിട്ട് വണ്ടി ബാലൻസ് ചെയ്ത് റൈഡ് ചെയ്യുമ്പോഴാണ് വണ്ടിയുടെ ബാലൻസിങ് നമുക്ക് സെറ്റാവുന്നത് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. സോ ലെറ്റ്സ് ഗോ ഡ്രോപ്പ് നാസിഫ്. അത് കഴിഞ്ഞ് ബാക്കി നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ അതെ, നിയാസിനെ ഇവിടെ ഇറക്കുവാണ്. നിയാസിനോട് യാത്ര പറഞ്ഞ് ഇനി അടുത്ത സ്വീകരണ സ്ഥലം ഈസ് ഗോയിങ് ടു ബി ദുബായ്. അപ്പോൾ ശരി, കാണാടാ. ശരിയാ, ഞാൻ പറയാം. ഞാനിന്ന് ഈ ആഴ്ച പോകണ്ടാവും, ഞാൻ സംസാരിച്ചിട്ടേ പറയടാ. ഓക്കെ, ശരി എന്നാ, ലെറ്റ്സ് ഗോ. അങ്ങനെ ആശാൻ ഇറക്കി. ഇനി നമ്മൾ നമ്മുടെ നാട്ടിലോട്ട്, ദുബായ്. ലെറ്റ്സ് ഗോ ദുബായ് അൽ മസൂദി. നമ്മൾ നേരെ സ്ട്രൈറ്റ് ടു ദുബായ്. പോകുന്ന വഴിക്ക് നമുക്കൊരു ബ്രേക്ക് എടുക്കണം, എന്തെങ്കിലും ഒരു ചായ കുടിക്കണം, ഒന്ന് ഇരിക്കണം, ഒന്ന് എണീക്കണം. കാരണം ഫുൾ ടൈം ഇരുത്തം തന്നെയാണ്, അപ്പോൾ കുറച്ച് നേരം എണീക്കണം. So yeah, let's go. Let's head back home. സമയം 4:28 in the morning and we are still riding on the way back to Dubai. നമ്മളിപ്പോഴും തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്, എത്തിയിട്ടില്ല. പോകുന്ന വഴിക്ക് നമ്മളൊരു സ്റ്റോപ്പിൽ നിർത്തി ചായ കുടിക്കണം എന്നുള്ള പ്ലാനുണ്ട്. ഒന്ന് നടന്നു വർത്തണം. എൻ്റെ പിൻഭാഗം കല്ല് പോലെ ഉണ്ട്, ഒന്നും ഫീൽ ചെയ്യുന്നില്ല അവിടെ. അപ്പോൾ എന്തായാലും നേരെ തിരിച്ചു പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കയറിയിട്ട് കുറച്ച് ചോരയോട്ടം ഒന്ന് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ എന്നിട്ട് പിന്നെയും നമ്മൾ തിരിച്ച് റൈഡ് ചെയ്യുന്നതാണ്. ഇറ്റ്സ് എ ലോങ് റൈഡ്. ഏകദേശം 2 മണിക്കൂറായിരുന്നു ജബൽ ഹഫീദിൻ്റെ അവിടെ നിന്ന് വീട്ടിലോട്ടുള്ള ഇത്. ലുക്ക് അറ്റ് ദ റോഡ് മാൻ, ലുക്ക് അറ്റ് ദ റോഡ്. ഓ, ലുക്ക് അറ്റ് ദ റോഡ്. പുലർച്ചെ 4:30 ഇതാണ് റോഡ്, അൽ ഐൻ ദുബായ് റോഡ്. ലെറ്റ്സ് ഗോ. അങ്ങനെ ഓൺ ദ ഹൈവേ അടുത്ത സ്റ്റോപ്പ് എത്തിയിരിക്കുകയാണ്. ഇവിടെ കയറി നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, വാഷ്റൂമിൽ പോകുന്നു, ചായ കുടിക്കുന്നു, റെസ്റ്റ് എടുക്കുന്നു, ബോഡി സ്ട്രെച്ച് ചെയ്യുന്നു. വരുന്ന വഴിക്ക് ഉറക്കത്തിൻ്റെ ഒരു അസ്ഥിക എന്താണ് പറയുക, അതിങ്ങനെ ചെറുതായിട്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ കാലൊക്കെ നീട്ടി വെച്ച് കാറ്റൊക്കെ കൊണ്ട് എണീറ്റ് നിന്ന് കുറച്ച് നേരം ഇരുന്ന് കുറച്ച് പാട്ടൊക്കെ പാടി സമയം അങ്ങ്
പുഷ് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് എടുക്കുന്നു. ആൻഡ് ദെൻ വി റീചാർജ് ആൻഡ് വി കീപ് മൂവിങ്. നമ്മളിപ്പോൾ ഇതെന്താ അൽ ജബീബ് റെസ്റ്റോറൻറ്റ്, പിന്നെ ഒരു ബഗാലയുണ്ട്. സോ ലെറ്റ്സ് ഡു ദിസ് ഷിറ്റ്. 4:30 വീണ്ടും ഭക്ഷണം കഴിഞ്ഞതിന് ശേഷമുള്ള പോസ്റ്റ്. അപ്പോൾ നല്ല ഓംലെറ്റും ചായയും ഒരു ബണ്ണൊക്കെ കഴിച്ച് സമയം 4:59, അതായത് 5 മണി. ഇനി ഇവിടുന്ന് നേരെ 40 മിനിറ്റ് എങ്ങാനും വീട്ടിലേക്ക്. ഇനി ഒറ്റ സിംഗിൾ സ്ട്രെച്ച് നേരെ വീട്ടിൽ പോവും. അപ്പോഴേക്കും രാവിലെ ആവും. ഓൾറെഡി രാവിലെ ആയി, 5 മണിയായില്ലേ. അവിടെ എത്തുമ്പോൾ 5:45. ഫ്രഷായി ഇതെല്ലാം ജാക്കറ്റും കാര്യങ്ങളെല്ലാം ഊരി ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും 6 മണി 6:30. ബട്ട് ഇറ്റ് വാസ് എ ഗുഡ് നൈറ്റ്. നല്ല ഊനൊക്കെ കളിച്ച് ചിരിച്ച് പണ്ടാറടങ്ങി. ഓ, ഇതാണ്, ദിസ് ഈസ് ഫൺ. അപ്പോൾ ഇനി ലെറ്റ്സ് ഗോ ഹോം. അപ്പോൾ ഫൈനൽ സ്ട്രെച്ച്. ഞാനും ജാസിംബായും കുട്ടിക്കും ഒരേ സ്ഥലമായതുകൊണ്ട് ഞങ്ങൾ 3 പേരും സെയിം ഡെസ്റ്റിനേഷൻ. ബാക്കിയുള്ളവർ ഓൺ ദ വേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ തിരിയും. സോ യാ, ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ഹോം. ഇപ്പോൾ സമയം 5:15, ഒരു 6 മണി ഒക്കെ ആകുമ്പോഴേക്കും വീട്ടിലെത്തും, ഞാൻ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ എന്തായാലും നേരെ വീട്ടിൽ ചെന്ന് ഇനി റെസ്റ്റിംഗ്. ചില ദിവസങ്ങൾ നമുക്ക് ആകെ വേണ്ടത് നല്ല ഓപ്പൺ റോഡ്, ട്രാഫിക്കൊന്നും ഇല്ലാതെ കിളികളൊക്കെ പാറി വരുന്ന, അധികം തിരക്കില്ല, ദൂരെ സൂര്യന് പൊങ്ങി വരുന്നു. ഇതാണ് കാംനെസ്. മനസ്സൊക്കെ അടക്കി ഒരു വളരെ സമാധാനമായിട്ടുള്ള ഒരു സ്ലോ റൈഡ്. ചില ദിവസങ്ങൾ നമുക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ. അങ്ങനെ ഒരു ഫുൾ നൈറ്റ് യാത്രയ്ക്ക് ശേഷം നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നു. സൂര്യൻ പുറത്തെത്തി, സൺറൈസ് കഴിഞ്ഞു, രാവിലെ ആയി, ആൻഡ് വി ആർ ബാക്ക്. അപ്പോൾ ഐ വിൽ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇന്നും ഇത് നമ്മുടെ ഇതിൻ്റെ വിൻഷീൽഡിൻ്റെ നിറയെ പ്രാണികളും. ഒരു രാത്രി റൈഡ് പോകുമ്പോൾ മെയിൻലി വരുന്ന സംഗതി അത്. എനിവേസ്, thank you guys. I'll see you guys in the next video. Take care, stay safe and ride safe everyone. Bye bye.